Hello everyone, welcome to Eduvis Academy. Myself Sapna. നിങ്ങൾ GCC കൺട്രീസിലോട്ടൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന മൈക്രോബയോളജിസ്റ്റ് ബയോകെമിസ്ട്രി ഇവർക്കെല്ലാം തന്നെ GCCയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസ് ആണ് നമ്മൾ ഈ എജുവിസിന്റെ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലാബ് ടെക്നീഷ്യൻസിനുള്ള ക്ലാസ് മാത്രമല്ല, നഴ്സസിനും ഫാർമസിക്കും ഒപ്റ്റോമെട്രിക്കും ഫിസിയോതെറാപ്പിക്കും എല്ലാം തന്നെ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും കാണാൻ പറ്റുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ്. അതിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കുന്ന പോലെ അത്രയും ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് കേട്ടോ. സോ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ല ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റും. സോ അതിന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണം അറ്റൻഡ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. A 3-year-old child is evaluated for abdominal pain and anorexia by a physician. A CBC reveals a hemoglobin of 9.8 and basophilic stippling of the RBC. The doctor should order further tests to check for poisoning from. അപ്പൊ ആ കുട്ടിക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, അനോറക്സിയ ഉണ്ട്. അപ്പൊ നമ്മൾ CBC നോക്കിയപ്പോൾ ഹീമോഗ്ലോബിന്റെ ലെവൽ 9.8 ആയിട്ടുണ്ട്, അതായത് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണുന്നുണ്ട്. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണുന്നുണ്ട്. അപ്പോ ഇത് കണ്ടീഷൻ കാണുന്നത് ഏത് പോയ്സൺ വരുന്ന സമയത്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതിനകത്ത് ഓപ്ഷൻസ് ആണ് ആർസനിക്, അയോൺ, മെർക്കുറി ആൻഡ് ലെഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞത്. ലെഡ് പോയ്സണിങ്ങിന്റെ ഏറ്റവും വലിയൊരു സീനാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സെനോറിയ ആണ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറയുന്നത്. ദ ആൻസർ ഈസ് ലെഡ്. അതിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് നമുക്ക് പറയാം. ലെഡ് ഇന്റർഫിയർ ഡയറക്ട്ലി വിത്ത് ദ ഹീം സിന്തസിസ്. ഹീം സിന്തസിസിനായിട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ലെഡ് എന്ന് പറയുന്നത്. വിച്ച് ഓൺ CBC മേ പ്രസന്റ് ആസ് എ ഡിക്രീസ്ഡ് ഹീമോഗ്ലോബിൻ ആൻഡ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഇൻ റെഡ് സെൽസ്. അതേസമയം കുട്ടിക്ക് ആ ഒരു ലെഡ് ടോക്സിസിറ്റിന്റെ കാര്യങ്ങളാണ് അനോറക്സിയും അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ ഒക്കെ വന്നത്. അയൺ ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ മെയിൻലി കോസ് ചെയ്യുന്ന ലിവറിനെയും പാൻക്രിയാസിനെയും കാർഡിയാക് ഡാമേജ് ആണ്. ആൻഡ് ബോത്ത് മെർക്കുറി ആൻഡ് ആർസനിക് ടോക്സിസിറ്റി ആർ lead to multi-organ affecting GI, renal, CNS system but may have hematological effect as well. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു വെച്ചാൽ മെർക്കുറി ആണെന്നുണ്ടെങ്കിലും ആർസനിക് ആണെങ്കിലും നമുക്കൊരു മൾട്ടി ഓർഗൻ ഡാമേജ് വരും. അയൺ ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ കാർഡിയാക് ഡാമേജും ലിവറും പാൻക്രിയാറ്റിക് ആണ് വരുന്നത്. ലെഡ് ആകുമ്പോഴാണ് നമുക്ക് ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഒക്കെ വരുന്നത് ലെഡിന്റെ കേസിലാണ് കേട്ടോ. Then next question. A laboratory results shown in this table are obtained on a patient suspected to have a liver disease. The type of jaundice should be classified as. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നമുക്ക് നോക്കാം. ടോട്ടൽ ബിലിറൂബിൻ കൗണ്ട് ഇൻക്രീസ്ഡ് ആണ്, 9.5 ഉണ്ട്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത് 1.5 ആണ്. അപ് ടു നോർമൽ ലെവൽ എന്ന് പറയാം. സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ആണെന്ന് പറയാം അല്ലെ. ദെൻ യൂറിനില് ബിലിറൂബിൻ പോസിറ്റീവ് ആണ് ആൻഡ് യൂറോബിലിനോജൻ ഡിക്രീസ്ഡ് ആണ് കേട്ടോ. അപ്പൊ യൂറോബിലിനോജൻ ഡിക്രീസ്ഡ് ആണ് അതേസമയം യൂറിബിലിൻ പോസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻ. ഇപ്പൊ ടോട്ടൽ ബിലിറൂബിൻ ഇൻക്രീസ്ഡ് ആണ്, അൺകോൺജുഗേറ്റഡും സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ആണ്. യൂറിൻ ബിലിറൂബിൻ പോസിറ്റീവ് ആണ്, യൂറോബിലിനോജൻ പോസിറ്റീവ് ആണ്. സോ ദിസ് വിൽ ബി എ പോസ്റ്റ് ഹെപ്പാറ്റിക് കണ്ടീഷൻ. ഇത് ഏകദേശം നോർമൽ ടു ഇൻക്രീസ് ആണ്, നോർമൽ എന്ന് തന്നെ പറയാം. സോ കണ്ടീഷൻ പറയുമ്പോൾ ടോട്ടൽ ബിലിറൂബിൻ ഇൻക്രീസ്ഡ് ആണെന്ന് പറയുമ്പോൾ അവിടെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വളരെയധികം ഇൻക്രീസ്ഡ് ആണ്, ഇത്രയും ഇൻക്രീസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 9.5 എന്ന് 1.5 മൈനസ് ചെയ്താൽ ഇവിടെ ഏകദേശം 7 ആണ് നമുക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ 7 എന്ന് പറഞ്ഞാൽ ഹൈ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യൂറിനിൽ നമുക്ക് പോസിറ്റീവ് കാണാൻ പറ്റുന്നത്. യൂറോബിലിനോജൻ ഡിക്രീസ്ഡ് ആയിട്ട് കാണാം എന്ന് പറയുമ്പോൾ, യൂറോബിലിനോജൻ ഡിക്രീസ്ഡ് ആവാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പോസ്റ്റ് ഹെപ്പാറ്റിക്കിന്റെ അല്ല വല്ല ബൈലറി ഒബ്സ്ട്രക്ഷൻ കാരണമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും റീസൺ എന്ന് പറഞ്ഞു. സോ ദ ആൻസർ ഈസ് പോസ്റ്റ് ഹെപ്പാറ്റിക്. സോ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ഈസ് മോസ്റ്റ് ഓഫൻ ഡ്യൂ ടു ദ ബ്ലോക്കേജ് ഓഫ് ബൈൽ ഡക്ട് ഐദർ ബൈ ഗോൾ സ്റ്റോൺ ഓർ ബൈ എ ട്യൂമർ. അതുകൊണ്ടാണ് യൂറോബിലിനോജൻ ഡിക്രീസ്ഡ് ആണ്. യൂറോബിലിനോജൻ എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനകത്താണ് യൂറോബിലിനോജൻ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇൻഡസ്റ്റൈനിൽ യൂറോബിലിനോജൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബിലിറൂബിൻ അവിടെ എത്തണം. അവിടെ എത്താത്തത് കൊണ്ടാണ് ബ്ലോക്കേജ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അല്ലെ.
സോ അതുകൊണ്ടാണ് ഇത് പോസ്റ്റ് ഹെപ്പാറ്റിക് ആണെന്ന് പറഞ്ഞത്. ടോട്ടൽ ആൻഡ് ഡയറക്റ്റ് ബിലിറൂബിൻ ബോത്ത് ആർ ഇൻക്രീസ്ഡ് ആൻഡ് ദർ ഇസ് നോ place for bilirubin to go to the split out into the bloodstream. Urobilinogen is either decreased or absent. അപ്പോൾ യൂറോബിലിനോജൻ ഡിക്രീസ്ഡ് ആണെങ്കിൽ ആബ്സെന്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആൻസറിലോട്ട് കൂടുതൽ എത്തിയത് പോസ്റ്റ് ഹെപ്പാറ്റിക് ഡിസോർഡർ ആണ് എന്നുള്ളത് കേട്ടോ. Then next question, a potassium level of 6.8 എന്ന് പറയുന്നത് കൂടുതലാണ് is obtained. Before reporting the result, the first step the technologist should taken to check the serum for hemolysis, rerun the test, check the age of the patient, do nothing, simply report out the result. അപ്പോൾ 6.8 എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. സോ നമ്മൾ ആ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം പൊട്ടാഷ്യത്തിന്റെ ലെവൽ കൂടുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കൂടുന്ന ഒരു ഇറർ ആണ് ഹീമോലൈസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഹീമോലൈസിസ് അത് നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ ഹീമോലൈസിസ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ചെക്ക് ദി സെറം ഫോർ ഹീമോലൈസിസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും വലിയ നല്ലൊരു ഹൈ ലെവൽ ഓഫ് റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വി ഹാവ് ടു ചെക്ക് ദ റിസൾട്ട് ഫോർ ഹീമോലൈസിസ്. Then next, the electrophoresis pattern in the illustration and the table is consist with. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ദ വാല്യൂസ് നോക്കിയാൽ കാണാം. ടോട്ടൽ പ്രോട്ടീൻ നോർമൽ ആണ്, ആൽബുമിൻ ഏകദേശം നോർമൽ തന്നെയാണ്. ആൽഫ 1 0 ആണ് ഇവിടെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ആൽഫ 1 ഡിക്രീസ്ഡ് ആണ്. ആൽഫ 2 നോർമൽ ആണ്. ബീറ്റയും ഏകദേശം നോർമൽ തന്നെയാണ്. ഗാമയും നോർമൽ ആണ്, 1.4 ഉണ്ട്. സോ ഇവിടെ ഡിക്രീസ്ഡ് ആൽഫ 1 ആണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാലും കാണാം ആൽഫ 1ന്റെ അവിടെ കുറച്ചൊരു ഇൻക്രീസ്ഡ് ആയിട്ട് കാണണം, അത് കാണുന്നില്ല. സോ അപ്പൊ ആൽഫ 1 ആണ് കുറവെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ സിറോസിസ്, ബി മോണോക്ലോണൽ ഗാമോപ്പതി, സി പോളിക്ലോണൽ ഗാമോപ്പതി ആൻഡ് ഡി ആൽഫ 1 ആന്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി, സിവിയർ എംഫിസീമ. അപ്പോൾ ആൽഫ 1 ആന്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി എന്ന് ഓൾറെഡി ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് വി ക്യാൻ ഓപ്റ്റ് ദാറ്റ് ആൽഫ 1 ആന്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി. സോ ഇതാണ് നമ്മുടെ നോർമൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ആന്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി വരുന്ന കണ്ടീഷൻ ഫ്ലാറ്റ് ആയിട്ട് പോകും. So the alpha we seen on the electrophoresis where this is a decrease or absence of alpha 1 peak. അപ്പോൾ ആൽഫ 1 പീക്കിന്റെ ഡിക്രീസ് ആയിട്ടും അവിടെ ഒരു ആബ്സെൻസ് വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ ഈ ആൻസറിലോട്ട് തന്നെ എത്താൻ പറ്റിയത് കേട്ടോ. Then the next question, specimen from a patient with a chronic lung disease shows the following result. Bicarbonate is 39 and the pH is 7.32 and PCO2 is 78 and the PO2 value is 89. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മെറ്റബോളിക് കോമ്പൻസേഷൻ ബൈ റീനൽ റിട്ടൻഷൻ ഓഫ് bicarbonate and metabolic compensation by renal excretion of bicarbonate, respiratory compensation by retention of CO2 and the combined retention of excretion of CO2. So the answer is a metabolic compensation. A, metabolic compensation of renal retention to the bicarbonate. അതായത് the patient is slightly decreased pH ആണ് കാണിക്കുന്നത്. ഇത് ആസിഡിക് കണ്ടീഷൻ ആണ്, pH ആണ് ഉണ്ടായിരുന്നത്. ഇൻക്രീസ്ഡ് ബൈകാർബണേറ്റ് ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻക്രീസ്ഡ് PCO2 കാണാൻ പറ്റും. So, given the bicarbonate buffer system, predominant in the blood, pH is directed to the bicarbonate level and inversely related to the carbonic acid measurement. So, ഇതിനകത്ത് നമുക്ക് ഈ മെറ്റബോളിക് അസിഡോസിസ് ആണോ മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. pH ഇൻക്രീസ്ഡ് ആയിട്ട് കൂടെ ബൈകാർബണേറ്റും ഇൻക്രീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും മെറ്റബോളിക് ആൽക്കലോസിസ്. ഓക്കെ, അതേസമയം pH ഡിക്രീസ്ഡും ബൈകാർബണേറ്റ് ഡിക്രീസ്ഡും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മെറ്റബോളിക് അസിഡോസിസ്. pH ഇൻക്രീസ്ഡും കാർബോണിക് ആസിഡ് ലെവൽ ഡിക്രീസ്ഡും അല്ലെങ്കിൽ PCO2 ഡിക്രീസ്ഡും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അതുപോലെ തന്നെ pH ഡിക്രീസ്ഡും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് PCO2 വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു റെസ്പിറേറ്ററി അസിഡോസിസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് പറയുന്നുണ്ട് ഈ ഒരു ക്ലാസ്. ആ ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാനും അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇംഗ്ലീഷിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്, മലയാളത്തിലും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ.